ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യൻ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് റിപ്പയർ ബിസിനസ് വളർച്ച കൈവരിക്കും. 2026 സാമ്പത്തിക വർഷത്തിൽ 50% വളർച്ച കൈവരിക്കുമെന്നാണ് ക്രിസിൽ റിപ്പോർട്ടിൽ പറയുന്നത്. എയർലൈൻ ഓപ്പറേറ്റർമാരുടെ ഫ്ലീറ്റ് വലിപ്പം വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് റിപ്പയർ ഓവറോൾ വ്യവസായം 2026 സാമ്പത്തിക വർഷത്തിൽ 4500 കോടി രൂപയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റേറ്റിംഗ് ഏജൻസി ക്രിസിൽ അറിയിച്ചു. വ്യവസായത്തിന്റെ വരുമാനത്തിന്റെ 90% വഹിക്കുന്ന 3 MRO ഓപ്പറേറ്റർമാരെ അടിസ്ഥാനമാക്കിയുള്ളതാണ് റേറ്റിംഗ് ഏജൻസിയുടെ പഠനം. വിമാന ഘടകങ്ങളുടെയും സേവനങ്ങളുടെയും GST കുറയ്ക്കുന്നത് ആഭ്യന്തര എയർക്രാഫ്റ്റ് റിപ്പയർ വ്യവസായം അവരുടെ വിദേശ എതിരാളികളോട് കൂടുതൽ മത്സരിക്കുന്നു. ഇന്ത്യൻ MROകൾ ലൈൻ ചെക്കുകൾ, എയർഫ്രെയിം ചെക്കുകൾ, ഡെലിവറി ചെക്കുകൾ എന്നിവ നടത്തുന്നു. ആഭ്യന്തര വിമാന അറ്റകുറ്റപ്പണി, ഓവറോൾ വ്യവസായം എന്നിവയുടെ വരുമാനം 2026 സാമ്പത്തിക വർഷത്തിൽ 4500 കോടി കവിയും. 2024 സാമ്പത്തിക വർഷത്തേക്കാൾ 50% വളർച്ച കൈവരിക്കും. അടുത്ത വർഷത്തോടെ ആഭ്യന്തര ഓപ്പറേറ്റർമാരുടെ എണ്ണം 20 മുതൽ 25% വരെ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വിമാനങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഗ്രൗണ്ടഡ് എയർക്രാഫ്റ്റുകൾ പ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്യുന്നതിലൂടെ ഇത് സഹായിക്കുമെന്ന് ഏജൻസി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത് വിക്ഷേപണത്തിന് തയ്യാറെടുത്ത ISRO. ജനുവരി 29-നാണ് രാജ്യം കാത്തിരിക്കുന്ന സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിന്റെ 2ാമത്തെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നുള്ള ചരിത്ര വിക്ഷേപണം. GSLV F-15 NVS-02 ദൗത്യത്തിന്റെ വിക്ഷേപണത്തോടെ ISROയുടെ 100ാമത് വിക്ഷേപണം നടക്കും. നാവിക് സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായ ഒരു ഉപഗ്രഹമാണ് NVS-02. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിന്റെ 2ാമത്തെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ഈ വിക്ഷേപണം നടക്കുക. തദ്ദേശീയ ക്രയോജനിക് സ്റ്റേജുള്ള GSLV F-15 NVS-02 ഉപഗ്രഹത്തെ ജിയോ സിങ്ക്രണൈസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ സ്ഥാപിക്കും. NVS പരമ്പരയിലെ 2ാമത്തെ ഉപഗ്രഹവും ഇന്ത്യൻ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷന്റെ ഭാഗവുമാണ് NVS-02. നാവിഗേഷനും റേഞ്ചിങ്ങിനുമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സ്ഥാനനിർണയ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സിസ്റ്റം അഥവാ നാവിഗേഷൻ 2. അമേരിക്കയെയും റഷ്യയെയും ചൈനയെയും യൂറോപ്യൻ യൂണിയനെയും വരെ വെല്ലുന്ന നാവിഗേഷൻ സംവിധാനമാണ് ISRO ഒരുക്കുന്ന നാവിക്. ഇന്ത്യയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും കൃത്യമായ സ്ഥാനം, വേഗത, സമയ, സേവനങ്ങൾ എന്നിവ നൽകുന്നതിനെല്ലാം നാവിക് സഹായകമാകും. ഇന്ത്യ മുഴുവനായും രാജ്യാതിർത്തിക്ക് പുറത്ത് 1500 കിലോമീറ്റർ പരിധിയും നാവിക്കിനുണ്ടാകും. സൈനിക ആവശ്യങ്ങൾക്ക് പുറമെ രാജ്യത്തെ മത്സ്യബന്ധന ബോട്ടുകൾക്കും കപ്പലുകൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും ഇതിനകം നാവിക് ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ 65,000 ടവറുകളിൽ നിന്ന് 4G സേവനങ്ങൾ നൽകാൻ തുടങ്ങി BSNL. ഇതിനകം 75,000 ടവറുകളിൽ 4G ഇൻസ്റ്റാൾ ചെയ്തതായും ഈ വർഷം പകുതിയോടെ 1 ലക്ഷം സൈറ്റുകളിൽ 4G എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും BSNL ചെയർമാൻ റോബർട്ട് J. രവി പറഞ്ഞു. ഈ വർഷം പകുതിയോടെ 1 ലക്ഷം സൈറ്റുകളിൽ 4G എത്തിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടി കടന്നിരിക്കുകയാണ് BSNL. ഗുണമേന്മ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ BSNL നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനായി എല്ലാ ടെലികോം സർക്കിളുകളിലും ഒരു ക്രാക്ക് ടീമിനെ വിന്യസിച്ചിട്ടുണ്ടെന്നും BSNL ചെയർമാൻ റോബർട്ട് J. രവി പറഞ്ഞു. സേവനങ്ങളുടെ നിലവാരമായിരിക്കും പുതിയ വരിക്കാരെ നേടുന്നതിൽ നിർണായക പങ്ക് വഹിക്കുക. 1 ലക്ഷം സൈറ്റുകളിൽ 4G എത്തുമ്പോൾ തന്നെ മതിയായ കവറേജ് BSNLന് ലഭ്യമാകും. 700 MHz സ്പെക്ട്രം ഉപയോഗിച്ചാണ് 4G വിന്യസിക്കുന്നത്. മാത്രമല്ല 5G അവതരിപ്പിക്കാനും സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുന്നോടിയായുള്ള പരീക്ഷണങ്ങൾ ഡൽഹി സർക്കിളിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 4G ലക്ഷ്യം പൂർത്തിയായതിനു ശേഷം മാത്രമേ 5Gയുടെ വിന്യാസം ആരംഭിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജനപ്രിയ സെർച്ച് എഞ്ചിൻ പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി സൈബർ സെക്യൂരിറ്റി ടീം. ബ്രൗസറിൽ 2 തകരാറുകൾ ഉണ്ടെന്നും ഇതുവഴി ഹാക്കർമാർക്ക് കടന്നു കയറാൻ സാധിക്കുമെന്നുമാണ് മുന്നറിയിപ്പ്. മാക്, PC, ലാപ്ടോപ്പ് പ്ലാറ്റ്ഫോമുകളിൽ ക്രോം ഉപയോഗിക്കുന്നവർക്കാണ് പുതിയ മുന്നറിയിപ്പുകൾ. ബ്രൗസറിന്റെ ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാത്ത ഉപഭോക്താക്കളുടെ ഉപഭോക്തൃ ഡാറ്റയും മറ്റു വിവരങ്ങളും ചോർത്താൻ ഹാക്കർമാർക്ക് സാധിക്കുമെന്നാണ് CRT ഇൻ നൽകിയ മുന്നറിയിപ്പ്. ഈ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനാവശ്യമായ സുരക്ഷാ നടപടികൾ ഉടൻ പ്രയോഗിക്കുവാനും ക്രോം ബ്രൗസർ അപ്ഡേറ്റ് ചെയ്യാനും CRTN ഉപയോക്താക്കളോട് ആവശ്യപ്പെട്ടു. പഴയ പതിപ്പുകൾ ഉപയോഗിക്കുന്നവർ അപകട സാധ്യതകൾ ഒഴിവാക്കാനും ഉപകരണങ്ങളും ഡാറ്റയും സംരക്ഷിക്കാനും അവരുടെ ബ്രൗസർ ഉടനടി അപ്ഡേറ്റ് ചെയ്യാനുമാണ് നിർദ്ദേശം. വിൻഡോസ്, മാക് OS, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ്. അതേസമയം ഗൂഗിൾ ക്രോം ഒരു പുതിയ അപ്ഡേറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ അപ്ഡേറ്റ് അടുത്ത ഏതാനും ദിവസങ്ങളിലോ ആഴ്ചകളിലോ എല്ലാവർക്കും ലഭ്യമാകും. വിൻഡോസ്, മാക് എന്നിവയിലെ എക്സ്റ്റൻഡഡ് സ്റ്റേബിൾ പതിപ്പിനായുള്ള മറ്റൊരു അപ്ഡേറ്റും ഉടനെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ടിക്ടോക്കിന്റെ ആഗോള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഒറാക്കിളും മൈക്രോസോഫ്റ്റും. യുഎസിലെ സാന്നിധ്യം നിലനിർത്തുന്നതിനോടൊപ്പം ചൈനീസ് സ്വാധീനം കുറയ്ക്കാൻ നീക്കം. ഒറാക്കിളും മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള നിക്ഷേപകരുടെ കൺസോർഷ്യം ടിക്ടോക്കിന്റെ ആഗോള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള സജീവ ചർച്ചകളിലെന്നാണ് റിപ്പോർട്ട്. ടിക്ടോക്കിന്റെ ചൈനീസ് മാതൃകമ്പനിയായ ബൈറ്റ്ഡാൻസിന് ന്യൂനപക്ഷ ഓഹരികൾ നിലനിർത്താൻ നിർദ്ദിഷ്ട കരാർ അനുവദിക്കും. അതേസമയം ആൽഗോരിതം മാനേജ്മെന്റ്, ഡാറ്റാ ശേഖരണം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തുടങ്ങിയ നിർണായക വശങ്ങൾ ഒറാക്കിൾ മേൽനോട്ടം വഹിക്കാനാണ് സാധ്യത. ഒറാക്കിളിനു പുറമെ ടിക്ടോക്ക് ഏറ്റെടുക്കാൻ താൽപര്യമുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റു പേരുകളിൽ ടെസ്ല സിഇഒ ഇലോൺ മസ്ക്, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നും ഫ്രാങ്ക് മക്കോട്ട്, ഷാർക്ക് ടാങ്ക് ഹോസ്റ്റ് കെവിൻ ഒ ലിയറി എന്നിവരും ഉൾപ്പെടുന്നു. അമേരിക്കൻ കമ്പനികളുടെ നീക്കത്തിൽ ട്രംപിന്റെ താൽപര്യങ്ങൾ പ്രകടമാണെന്നാണ് വിലയിരുത്തൽ. ഒറാക്കിൾ സഹസ്ഥാപകൻ ലാറി എലിസൺ ഏറ്റെടുക്കലിന് നേതൃത്വം നൽകണമെന്ന് ട്രംപ് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.